ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് വരഞ്ഞെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ചിക്കനാണ്. ഒരു ചിക്കനിലേക്കുള്ള മസാലപ്പൊടികളുടെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വരഞ്ഞു വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും നന്നായി മസാല തേച്ച് കൊടുക്കാം. ഇനി ഇതൊരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റേ രണ്ടും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 മീഡിയം സൈസ് വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ക്രഷ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി ക്രഷ് ചെയ്തത്, വെളുത്തുള്ളി ക്രഷ് ചെയ്തത് എന്നിവ ആഡ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില എന്നിവ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി എന്നിവ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല, ചിക്കൻ മസാല എന്നിവ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് പകുതി ഭാഗം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മസാല ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് വേവിച്ച് വെച്ച മുട്ട വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച മസാലയിൽ നിന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതിൻ്റെ ഹോളൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 കാലും ഒരു നൂൽ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം.
ഇപ്പോൾ ഞാൻ എല്ലാം അതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തിളപ്പിച്ചെടുക്കാം. മസാല ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂർ മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ട് മസാല ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫൈനലി നമ്മളെ ചിക്കൻ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.